ഹലോ ഗൈസ്, ഡാർക്ക് വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കൂടുതലും വാട്സപ്പിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് പുതിയ അപ്ഡേഷൻ ഉള്ളവർക്കും അപ്ഡേഷൻ ചെയ്യാത്തവർക്കും പല പല ഫീച്ചേഴ്സുകൾ ഓരോ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വാട്സപ്പിൽ എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ അടിപൊളിയായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ കഴിയും. അത് ഇംഗ്ലീഷിലാവട്ടെ ഏത് ലാംഗ്വേജിലാവട്ടെ നമുക്ക് ജസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ട് മെസ്സേജ് ആക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സൈനൊക്കെ ഇട്ട് അയക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനൊക്കെ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നത് ആ ഒരു ചാറ്റ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഒരു മെസ്സേജ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ഒരു ഐക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഞാൻ മുമ്പ് അങ്ങനെ എഴുതി അയച്ചിട്ടുള്ളതാണ്. അതിവിടെ റീസെൻറ്റ് ഫയലായിട്ട് ഇവിടെ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്ന് ഇവിടെ കാണിക്കാം. ഇവിടെ ഈ മെസ്സേജ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ആ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇമേജുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ സെൻട്രലിൽ കിടക്കുന്ന ആ ഒരു ഫയൽ അതൊരു PNG ഇമേജാണ്. PNG ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു PNG ഇമേജ് നമ്മുടെ ഗാലറിയിൽ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഒരു ഇമേജ് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു PNG ഇമേജാണ്. അതിനകത്ത് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഇമേജ് ഉണ്ടാവാറുണ്ട്, എന്നാൽ ഇതിനകത്ത് ഇമേജ് ഒന്നുമില്ല, വെറും ബ്ലാങ്ക് ആയിട്ടുള്ള PNG ആണെന്ന് ചുരുക്കം. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു PNG ഫയൽ വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് empty PNG എന്നോ അല്ലെങ്കിൽ ബ്ലാങ്ക് PNG എന്നോ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു PNG കിട്ടും. ആ ഒരു PNGയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി അങ്ങനത്തെ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെയുള്ള ഒരു PNG ഇമേജ് നമ്മുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ക്രിയേറ്റ് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള PNG ഫയലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു പെൻ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എഴുതാനുള്ള ആ ഒരു മെസ്സേജ് ഇവിടെ ഫിംഗർ ഉപയോഗിച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുക. നന്നായിട്ട് എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ മനോഹരമായിട്ട് എഴുതാൻ കഴിയും. ഇനി അത് അൺഡു ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ മുകളിലെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് പഴയ സ്റ്റേജിലേക്ക് തന്നെ വരും. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബാറിലൊന്നും ഇങ്ങനെ നീക്കി കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഏറ്റവും തിന്നായിട്ടുള്ള റൈറ്റിങ്സാണ് വേണ്ടതെങ്കിൽ ഈ ലെഫ്റ്റിലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും സൈൻ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരച്ചിട്ടൊക്കെ ഇങ്ങനെ അയക്കാൻ കഴിയും. അതുമാത്രമല്ല ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്രീ ഹാൻഡ് സ്റ്റൈലിൽ എഴുതി അയക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫീലാണ്. അതിനുശേഷം നമ്മളിത് സെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഡൺ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് സെൻഡായി പോകുന്നു. ഇവിടെ കാണാം ആ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന ആഡ് ഫേവറേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെസ്സേജ് സ്റ്റാറായിട്ട് കിടക്കും. ജസ്റ്റ് ഇങ്ങനെ സെൻഡ് ചെയ്താൽ തന്നെ അത് നമ്മുടെ റീസെൻറ്റ് ഫയലിലും ഉണ്ടാവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും അത് ഉപയോഗിക്കാം. ഇനി പ്രത്യേകമായിട്ട് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് അയച്ച ഇതുപോലുള്ള മെസ്സേജുകൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കാൻ കഴിയും. അതുമാത്രമല്ല ആ ഒരു ഫയലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഈ എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫയൽ ഇവിടെ PNG ആയിട്ട് ഓപ്പൺ ആവുന്നു. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. എന്നിട്ട് അവർക്ക് തന്നെ അത് തിരിച്ചയച്ച് കൊടുക്കാൻ കഴിയും.
അപ്പോൾ ഇത് നമ്മുടെ വാട്സപ്പിൽ തന്നെയുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. ഇത് പലർക്കും അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിനകത്തുണ്ട്. നിങ്ങളൊന്ന് കാര്യം കണ്ടു നോക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.